വെൽക്കം ടു ദ കമൻട്രി കോഴ്സ് എപ്പിസോഡ് നമ്പർ 3. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഫീൽഡിംഗ് പൊസിഷൻസ്, ഫീൽഡിങ്ങിൻ്റെ സൈഡിലേക്ക് അനുസരിച്ചുള്ള ഷോട്ടുകൾ, അതുകൂടാതെ നമ്മൾ സിംഗിൾസ് ഒക്കെ എടുക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ അതിനെ ഒരു എക്സ്പ്രസ് ചെയ്യാം, ഒരു മാച്ചിൽ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമ്പർ 3-ൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സിംഗിളിന് ശേഷം നമ്മൾ പിന്നെ എടുക്കുന്ന 2 റൺസ്, ഡബിൾസ്, ട്രിപ്പിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുക്കുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഏത് മാച്ചിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഡിഫറെൻറ്റ് ഫ്രേസസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഫോളോ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഓരോ ഫീൽഡിംഗ് പൊസിഷൻസിലേക്കും നമ്മൾ ഓരോ ടൈപ്പ് ഷോട്ടുകൾ ചെയ്യുമ്പോൾ ആ ഷോട്ടിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ആ ഷോട്ട് കളിച്ചതിന് ശേഷം ഇപ്പോൾ ഡബിൾസോ ത്രിബിൾസോ വന്നാൽ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു പാർട്ടിൽ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഉദാഹരണത്തിന് നമ്മൾ സ്ട്രെയിറ്റ് ഡ്രൈവ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സിംഗിളൊക്കെ എടുത്ത പോലെയൊക്കെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമുള്ളത്. ഡ്രിവൺ സ്ട്രെയിറ്റ് ഡൗൺ ദ ഗ്രൗണ്ട് ഫോർ എ കപ്പിൾ. അപ്പം നമ്മൾ 2 റൺസ് എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റൈലിഷ് ആയിട്ട് കപ്പിൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, നല്ല നല്ല ടൈമിംഗ് ആയിട്ടുള്ള ഷോട്ട്, എക്സലന്റ് ടൈമിംഗ് ആൻഡ് ദേ വിൽ പിക്ക് അപ്പ് 2. അപ്പോൾ അവർ ഒരുത്തനെ അടിച്ചു, അത് നല്ല ടൈമിംഗ് ആയിരുന്നു, അത് 2 എടുത്തു. pushes it back past the bowler and comes back for the second. അപ്പോൾ നമ്മൾ നേരത്തെ സിംഗിൾ എടുത്തപ്പോഴും കണ്ടു, അതിങ്ങനെ പുഷ് ചെയ്തു, ബോളറും താണ്ടി പോയി എന്നുള്ളത്, എന്നിട്ട് കംസ് ബാക്ക് ഫോർ സെക്കൻഡ്, അങ്ങനെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് കപ്പിൾ ടേക്സ് എ കപ്പിൾ, അല്ലെങ്കിൽ പിക്കപ്പ് 2, അല്ലെങ്കിൽ കംസ് ബാക്ക് ഫോർ സെക്കൻഡ്, അങ്ങനെ പല രീതിയിൽ നമുക്ക് അത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. വെൽ ടൈം സ്ട്രൈറ്റ് ഡ്രൈവ് ബ്രിങ്സ് 2 റൺസ്, അങ്ങനെ ഞാൻ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു നല്ല അടിപൊളി ഷോട്ട് കളിച്ചു, ബ്രിങ്സ് 2 റൺസ്. ഇത് ഈ ഷോട്ടിൽ മാത്രമല്ല, പലതിലും ഡിഫൈൻ ചെയ്യാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടിയുള്ള ഒരു അറേഞ്ച്മെന്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഡ്രിവൺ സ്ട്രൈറ്റ് ആൻഡ് ദേ വിൽ ഗെറ്റ് 3. ഇപ്പൊ 3 എടുക്കാനാണെങ്കിൽ അതേപോലെ നമുക്ക് 2 എടുത്ത പോലെ തന്നെ ഡ്രിവൺ സ്ട്രൈറ്റ് ആൻഡ് ദേ വിൽ ഗെറ്റ് 3. ഇതെല്ലാം സ്ട്രൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന റൺസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്ലെന്റി ഓഫ് റണ്ണിംഗ് റിക്വയർഡ് ആൻഡ് ദേ വിൽ കംപ്ലീറ്റ് 3 കംഫർട്ടബിളി. അപ്പോൾ ഈ 3 ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറേ ഓട്ടം ഉണ്ടല്ലോ, അതാണ് പ്ലെന്റി ഓഫ് റണ്ണിംഗ് റിക്വയർഡ് ആൻഡ് ദേ വിൽ കംപ്ലീറ്റ് 3 കംഫർട്ടബിളി. എളുപ്പത്തിൽ അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. എക്സ്പ്ലെയിൻ പ്ലേസ്മെന്റ് ഡൗൺ ദ ഗ്രൗണ്ട് ഫോർ 3 റൺസ്. അപ്പോൾ ഡൗൺ ദ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ ഏരിയൽ ഷോട്ട് അല്ല, സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു ഷോട്ടാണ്, ഗ്രൗണ്ടിൽ കൂടിയാണ്, അതങ്ങനെ 3 റൺസ് എടുത്തു എന്നുള്ളത്. ഇനി ഓഫ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ളത് ഡ്രിവൺ ത്രൂ എക്സ്ട്രാ കവർ ഫോർ 2. എക്സ്ട്രാ കവർ ആ റേഞ്ചിലൊക്കെയാണല്ലോ ഓഫ് ഡ്രൈവ് പോകുന്നത്. അപ്പോൾ അതാ റീജിയൻ നോക്കിയിട്ട് പറയാം, എക്സ്ട്രാ കവർ ഫോർ 2, ബ്യൂട്ടിഫുൾ ടൈം ദേ വിൽ കളക്ട് എ കപ്പിൾ. അതൊരു നല്ലൊരു ഫ്രേസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഫൈൻസ് ദ ഗ്യാപ്പ് ഓൺ ദ ഓഫ് സൈഡ്. അപ്പോൾ ഓഫ് സൈഡിൽ ഗ്യാപ്പ് കിട്ടി, അത് കളക്ട്സ് 2, ഗെറ്റ്സ് എ കപ്പിൾ, അങ്ങനെ അതെല്ലാം അതിൽ ആഡ് ഓൺ ചെയ്ത് പറയാം. വൈഡ് ഓഫ് ദ എക്സ്ട്രാ കവർ ദേ വിൽ ഗെറ്റ് 3. അപ്പോൾ എക്സ്ട്രാ കവർ ഫീൽഡർ ഉണ്ട്, അതിനും വൈഡായിട്ട് നമ്മൾ ഷോട്ട് ഓഫ് ഡ്രൈവ് അടിച്ചു, എന്നിട്ട് അത് നമുക്ക് 3 എടുക്കുന്നു. ചേസിങ് ഫീൽഡർ ഹാസ് വർക്ക് ടു ഡു ആൻഡ് ദേ വിൽ കം ബാക്ക് ഫോർ 3. അപ്പോൾ നല്ലൊരു ഒരു ഗ്യാപ്പിൽ നമ്മൾ അടിച്ചു. അപ്പോൾ ഫീൽഡർ ചേസിങ് ആണ്, ഫീൽഡറിന് കുറേ പണികൾ എടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. അത് നമ്മൾ ഈ കമന്ററിയിലൊക്കെ കേൾക്കാറില്ല, ദ ഫീൽഡർ ഹാസ് ലോട്ട് ഓഫ് വർക്ക് ടു ഡു ദേ, മീൻവൈൽ ദേ വിൽ ഗെറ്റ് ബാക്ക് ടു ദേ വിൽ കം ബാക്ക് ഫോർ 3 എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ ഈ പറയുന്നതെല്ലാം ഒരു മോഡുലേഷൻസ് യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഒരു അനൗൺസ് ചെയ്യുന്നത് കംസ് ബാക്ക് ഫോർ 2 അതുപോലെ ചുമ്മാ അനൗൺസ് ചെയ്യല്ല, നമ്മുടെ ആ കളിയിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ട് അതിൽ നമ്മുടെ എക്സൈറ്റ്മെന്റും നമ്മുടെ വോയിസ് മോഡുലേഷൻ, അതായത് ഇങ്ങനെ വോയിസ് ഇങ്ങനെ താഴ്ത്തുന്ന മുകളിലേക്ക് കയറുമ്പോൾ അതിനൊരു ഒരു എഫക്റ്റ് ഉണ്ട്. കംസ് ബാക്ക് ഫോർ 2 ആൻഡ് ദേ വിൽ ദേ ആർ റണ്ണിങ് ഫോർ സെക്കൻഡ് വൺ ആൻഡ് ദേ വിൽ ഗെറ്റ് കംഫർട്ടബിളി. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, അത് അവരിങ്ങനെ ബിൽഡ് ചെയ്തത് മുകളിലേക്ക് കയറി കൊണ്ടുവരാറുണ്ട്. അപ്പൊ അതിനൊരു രസമുണ്ട്. അതായത് എപ്പോഴും അതിനൊരു ആവേശം ഉണ്ടാവും. എന്നിട്ട് പിന്നെ സെറ്റിൽ ആകുമ്പോൾ പിന്നെ നമ്മൾ വോയിസ് ഡൗൺ ചെയ്യുക. അപ്പോൾ ആ ഒരു മെത്തേഡ് നല്ലൊരു മെത്തേഡാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മൾ പല ഇങ്ങനെ കോഴ്സുകൾ ചെയ്യുമ്പോഴും ഇതിലൊക്കെ കിട്ടിയതാണ്. ഈ സ്പോർട്സ് കാസ്റ്റർ എന്നൊക്കെ പറഞ്ഞ കോഴ്സുകളൊക്കെ യുഡെമിയിലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കോഴ്സുകളിൽ ഇതിലൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ എടുത്ത് പറയുന്നത്. നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇനി കട്ട് ചെയ്യുന്നു, കട്ട് സിറ്റ് സ്ക്വയർ ആൻഡ് ഗെറ്റ്സ് കപ്പിൾ. ഗെറ്റ്സ് എ കപ്പിൾ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന കാണാം. പിന്നെ നൈസ്ലി പ്ലേസ് ബിഹൈൻഡ് പോയിന്റ് ഫോർ 2. പോയിന്റിന്റെ അവിടെ ജസ്റ്റ് തട്ടിയിട്ട് നമ്മൾ 2 എടുത്തു എന്നുള്ളത്. യൂസ് ദ പേസ് ബ്യൂട്ടിഫുള്ളി. ഗെറ്റ്സ് 2 എന്നുള്ളത് അതിൽ പറയുന്നില്ല, നമുക്ക് വേണമെങ്കിൽ പറയാം, പറയാതിരിക്കാം, അത് നമ്മുടെ ഇഷ്ടം. എല്ലാ ബോളിലും നമ്മൾ ശരിക്കും ഒരു സ്കോർ പറഞ്ഞുകൊണ്ടിരിക്കണം നിർബന്ധമൊന്നുമില്ല, പിന്നെ നമ്മളിത് ഒരു സ്റ്റൈലിലാണ്. കട്ട് അവേ ഇൻ ടു ദ ഡീപ് ആൻഡ് ദേ വിൽ റിട്ടേൺ ഫോർ 3. നല്ലൊരു ഫ്രേസ് അല്ലേ, കട്ട് അവേ ടു ഡീപ്പിലേക്ക് അടിച്ചു, കട്ട് ചെയ്തു, ആൻഡ് ദേ വിൽ റിട്ടേൺ ഫോർ 3, തിരിച്ച് 3 വേണ്ടി തിരിച്ചു വരുന്നു എന്നുള്ളത്. സ്ക്വയർ കട്ടും ആ റേഞ്ച് തന്നെയാണ്, സ്ക്വയർ കട്ട് ആൻഡ് 2 മോർ, ജസ്റ്റ് അങ്ങനെ പറയാം. എക്സലന്റ് പ്ലേസ്മെന്റ് ബിഹൈൻഡ് ദ പോയിന്റ് ബിഹൈൻഡ്, നേരത്തെ പറഞ്ഞത് തന്നെ. ഫൈൻസ് ദ ഗ്യാപ്പ് പെർഫെക്റ്റ്ലി. കാർവ്ഡ് അവേ സ്ക്വയർ ഓഫ് ദ വിക്കറ്റ്. കാർവ്ഡ് അവേ സ്ക്വയർ ഓഫ് ദ വിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ഷോട്ടിന് അങ്ങനെയൊക്കെ പറയും, കാർവ്ഡ് അവേ എന്നൊക്കെ പറയും. ഈ ഫ്രേസസ് ഒക്കെ ഓർത്ത് വയ്ക്കുക നമ്മൾ ഇതിൽ കട്ട് ഷോട്ടൊക്കെ വരുമ്പോൾ. ലോങ് ചേസ് ഫോർ ദ ഫീൽഡർ ആൻഡ് ദേ വിൽ കംപ്ലീറ്റ് 3. ഇത് എല്ലായിടത്തും വരാം, ഇത് സ്ട്രേറ്റ് ഡ്രൈവിലും ഏതിനും വരാം. ഈ ലോങ് ചേസ് ഫോർ ദ ഫീൽഡർ നല്ലോണം ചേസ് ചെയ്യേണ്ടി വരും, ഭയങ്കരമായിട്ട് ഓടേണ്ടി വരും, ആൻഡ് ദേ വിൽ കംപ്ലീറ്റ് 3. ലേറ്റ് കട്ട് വരും, ഡെലിക്കേറ്റ് ലേറ്റ് കട്ട് ഫോർ കപ്പിൾ, അങ്ങനെ പറയാം. റൺസ് ഇറ്റ് ഡൗൺ ടു ദ തേർഡ് മാൻ ആൻഡ് ഗെറ്റ്സ് ടു. തേർഡ് മാൻ, നമ്മുടെ തേർഡ് മാൻ പൊസിഷൻ ഓർത്ത് വയ്ക്കുക, അവിടേക്ക് റൺസ് ഇറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ബോൾ ഓടിക്കൊണ്ടിരിക്കും അങ്ങോട്ട്, ആൻഡ് ഗെറ്റ്സ് ടു.
ഫൈൻ പ്ലേസ്മെന്റ് ആൻഡ് ദേ വിൽ റേസ് ബാക്ക് ഫോർ ദ തേർഡ്. അപ്പോൾ നല്ല പ്ലേസ്മെന്റ് ആയിരുന്നു, ദേ വിൽ റേസ് ബാക്ക്. ഇതുകൂടാതെ വേറെ ചില വേർഡ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് ഹെയർസ് ഫോർ ദ സെക്കൻഡ് എന്നൊക്കെ പറയാറുണ്ട്. HARES, ഹെയർസ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഈ ഗ്ലാൻസ് പറഞ്ഞാൽ ഫൈൻ ലെഗിലേക്ക് പോകുന്നത്. ഫൈൻ ഗ്ലാൻസ് ഓഫ് ദ ബാറ്റ്സ് ഫോർ 2, പിന്നെ അല്ലെങ്കിൽ യൂസ് ഓഫ് ദ പേസ് ഓഫ് ദ ഡെലിവറി ബ്യൂട്ടിഫുള്ളി. നമ്മൾ നേരത്തെ സിംഗിൾ എടുക്കുമ്പോൾ പറയില്ലേ, ഫേസ് മറ്റേ ലെഗ് സൈഡിലൊക്കെ ഇടുമ്പോൾ പാഡ്സ് ഓൺ ദ പാഡ്സ് ഇടുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് പേസ് യൂസ് ചെയ്ത് തട്ടി അങ്ങോട്ട് പോകാറുണ്ട്. ഗ്ലാൻസ് ഫൈൻ ആൻഡ് ദേ വിൽ കം ബാക്ക് ഫോർ 3. അതന്നെ, ദേ വിൽ 3 ഓടി തന്നെയാണ് പറയുന്നത്. ഈ കോമൺ യൂസേജ് ആണ്, ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണും, അതിൽ വലിയ കഥയൊന്നും ഇല്ലാന്ന് പറയും. ഇനി leg glides it away for a couple, അല്ലെങ്കിൽ works nicely into the gap, അല്ലെങ്കിൽ excellent placement behind the square. behind the square front of the square എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതാണ്, ഇതൊക്കെ ഓർത്ത് വെക്കുന്നതിന്റെ ഉദ്ദേശം അതാണ്. 3 runs taken comfortably. എല്ലാത്തിനും നമുക്ക് സിമ്പിൾ ആയിട്ട് 3 ഓടി കഴിഞ്ഞാൽ 3 runs comfortably taken പല രീതിയിൽ നമുക്ക് വേർഡ്സ് ഫ്രേസ് ചെയ്യാൻ പറ്റും. ഇനി ഓൺ ഡ്രൈവ് ആണ് ഡിലൈറ്റ്ഫുൾ ഓൺ ഡ്രൈവ് ഫോർ 2. ഡിലൈറ്റ്ഫുൾ ഓൺ ഡ്രൈവ് ഫോർ 2. അത് ആ ഒരു നമ്മൾ ആ വേർഡിനെ നമ്മൾ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞാൽ അതൊരു രസമായിരിക്കും. ഡിലൈറ്റ്ഫുൾ ഓൺ ഡ്രൈവ് ഫോർ 2 അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു നമ്മൾ ആ മോഡുലേഷൻസിന് നമുക്ക് പിന്നീട് നമുക്ക് ഫർദർ പോകുന്തോറും പഠിക്കാം. ഇപ്പൊ ജസ്റ്റ് ഫ്രേസസ് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഫ്രേസ് മനസ്സിലാക്കും തോറും നമ്മൾ അനൗൺസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കമന്റ് ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ച് മോഡുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ജസ്റ്റ് ലൈക്ക് ഡിഫറെന്റ് കമന്റേറ്റേഴ്സ് എന്താ ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ട് അതേപോലെ നമുക്ക് ചെയ്യാൻ ഒരു ശ്രമം നടത്തുക. അപ്പൊ അതിന് വൊക്കാബുലറി ബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. wide of the mid on and they will collect 3. നേരത്തെ പറഞ്ഞ സാധനം തന്നെ. പുൾ ഷോട്ട് ആൻഡ് പുൾസ് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്ക്വയർ ഫോർ 2. കൺട്രോൾസ് പുൾ ഷോട്ട് നൈസ്ലി. നേരത്തെ ഞാൻ സിംഗിൾസിനും പറഞ്ഞ പുൾ ഷോട്ട് നമ്മൾ നൈസായിട്ട് കൺട്രോൾ ചെയ്ത് അത് സിംഗിളോ അല്ലെങ്കിൽ ട്രിപ്പിളോ ഓടാനുള്ള അവസരം ഉണ്ടാക്കുന്നു. പുൾഡ് ഇൻ ടു ഡീപ്പ് ആൻഡ് ദേ വിൽ കം ബാക്ക് ഫോർ തേർഡ്. ഹുക്ക് ഷോട്ട് ഏതാണ്ട് അത് തന്നെ. ഹുക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ഫൈൻ ആ സൈഡിലാണ് പോകാൻ. ഗെറ്റ്സ് എ കപ്പിൾ. കൺട്രോൾ ഹുക്ക് ഷോട്ട് ബ്രിങ്സ് 2 runs for the team അങ്ങനെയൊക്കെ പറയാം. hooked into the back end area and they will complete 3. back end area hook ചെയ്ത് and they will complete the 3. അപ്പൊ ഇത് കുറച്ച് ഞാൻ ഫ്രേസ് സോർട്ട് ഔട്ട് ചെയ്തേക്കുന്ന. comes back strongly for second അങ്ങനെ പറയാം. turns quickly and completes the second run. അതായത് turns quickly, നമ്മൾ ഓടുമ്പോൾ തിരിഞ്ഞ് സെക്കൻഡ് റൺ ഓടണമല്ലോ, അതിനാണ് ആ ഒരു ഫ്രേസ് യൂസ് ചെയ്യുന്നത്. പിന്നെ നല്ലോണം ഓടി റൺസ് എടുക്കുന്നുണ്ട്. എക്സലന്റ് റണ്ണിങ് ബിറ്റ്വീൻ ദ വിക്കറ്റ്സ്. നല്ല കോളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സാധനം വരാം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ബാറ്റേഴ്സ്. ഇപ്പം മിക്ക കളികളിലും നമ്മൾ ബാറ്റേഴ്സിന്റെ ഒരു പരസ്പരമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ ആണ് നമുക്ക് എപ്പോഴും യെസ് ഓർ നോ പറഞ്ഞിട്ട് നമ്മൾ ഓടുന്നതൊക്കെ കാണാം. അപ്പോൾ ആ ഒരു സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലാണ് നല്ലോണം റൺസ് നമുക്ക് വരുള്ളൂ. ചിലപ്പോൾ ചില റൺസ് നമ്മൾ ക്ലോസിംഗ് ഫീൽഡറിന്റെ കയ്യിലടിച്ചിട്ട് നമ്മൾ റൺസ് ഓടുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ടായിരിക്കും. പ്രഷർ ഓൺ ദ ഫീൽഡിംഗ് സൈഡ്. അപ്പോൾ നല്ല ഓടുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ഓടുമ്പോൾ എറിയട എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷർ ഉണ്ടാവുമല്ലോ ഫീൽഡറിനെ. വേഗം എന്ന് പറഞ്ഞാൽ അവനെ അവിടെ ചേസ് ചെയ്യുന്ന ഫീൽഡറിനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതാണ് പ്രഷർ ഓൺ ദ ഫീൽഡിംഗ് സൈഡ് അല്ലെങ്കിൽ പ്രഷർ ഓൺ ദ ഫീൽഡർ അങ്ങനെ പറയാം. കൺവേർട്സ് 1-2 വിത്ത് സ്മാർട്ട് റണ്ണിങ്. ചെറിയ ഇതിൽ സിംഗിൾ ഡബിൾ ആക്കുന്നത് വെച്ചാൽ ആ ഓട്ടം കൊണ്ടും അവരുടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ടും അതിങ്ങനെ സിംഗിളിനെ ഡബിൾ ആക്കില്ലേ. അതാണ് കൺവേർട്സ് 1-2 വിത്ത് സ്മാർട്ട് റണ്ണിങ്. ഔട്ട്സ്റ്റാൻഡിങ് അവയർനെസ് ഫ്രം ബോത്ത് ദ ബാറ്റേഴ്സ്. ഇപ്പൊ ചില കളികളിലൊക്കെ നമ്മൾ രണ്ട് ഓടാനുള്ള അവസരം ഉണ്ടാവും എന്ന് വെച്ചാൽ ആ ബോൾ അങ്ങനെ പോയിന്ന് അതിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ പുഷ് ചെയ്യും. അപ്പോൾ അതാണ് നല്ല അവയർനെസ്, ഫീൽഡിന്റെ അവയർനെസ് ഉണ്ട്, എവിടെ ഗ്യാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവെയർ ആയിട്ട് വേണം കളിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. കീപ്സ് ദ സ്കോർ ബോർഡ് മൂവിങ്. ഇത് സിംഗിളും ഡബിളും ത്രിബിളും എല്ലാത്തിനും പറയാം. കീപ്സ് ദ സ്കോർ ബോർഡ് മൂവിങ്. സ്കോർ ബോർഡ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമല്ലോ. പോസിറ്റീവ് ഇന്റൻഷൻ ബൈ ദ ബാറ്റിംഗ് പെയർ. അതായത് ചിലപ്പോൾ നമ്മൾ സിംഗിൾ ആയിട്ടുള്ള സാധനം അതിന്റെ ഡബിൾ ഓടാണെന്നുണ്ട്, അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ അത് കിട്ടും എന്നുള്ള മൈൻഡിൽ നമ്മൾ പോണതിനാണ് ഈ പോസിറ്റീവ് ഇന്റൻ. സിംഗിളോ ഡബിളോ നമ്മൾ ആ പോസിറ്റീവായിട്ട് അതിനെ റണ്ണാക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതിൽ കളിക്കുന്നതിന് പോസിറ്റീവ് ഇന്റൻ. എക്സലന്റ് ജഡ്ജ്മെന്റ് ഓഫ് ദ ബോൾ. അപ്പോൾ നല്ലൊരു രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ ബോളിനെ നല്ലതാണ് ജഡ്ജ് ചെയ്തു. ഇപ്പോൾ ലൈറ്റ് കട്ട് കളിക്കേണ്ടതാണ്, അത് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് നമ്മൾ ലൈറ്റ് കട്ട് അടിച്ചാൽ നമുക്ക് റണ്ണാവും. നമ്മൾ നേരെ കുറച്ച് നല്ല സ്പീഡിലോ അതിനെ നമ്മൾ വെറുതെ നമ്മൾ അടിച്ച് പുറത്താക്കാൻ നോക്കി നമുക്കും കിട്ടിയില്ല, അങ്ങനെ ഒരു അവസരം ഇരിക്കണ്ട. അപ്പോൾ ആ ഒരു മീനിങ്ങിലൊക്കെയാണ് അങ്ങനെ പറയുന്നത്. പിന്നെ മേക്സ് ഫുൾ യൂസ് ഓഫ് ദ ഗ്യാപ്പ് നല്ലോണം യൂസ് ചെയ്തു എന്നുള്ളത്. കംഫർട്ടബിൾ കപ്പിൾ ആഡഡ് ടു ദ ടോട്ടൽ. ആഡഡ് ടു ദ ടോട്ടൽ എന്ന് പറയാം. ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ആഡഡ് ടു ദ ടാലി അങ്ങനെ പറയാറുണ്ട്. ബാക്ക് ഫോർ ദ തേർഡ് അങ്ങനെ പറയാം. 3 വാല്യുബിൾ റൺസ്. ഔട്ട്സ്റ്റാൻഡിങ് ഫിറ്റ്നസ് ഓൺ ഡിസ്പ്ലേ. നല്ല ഓട്ടമൊക്കെയാണ്. നമ്മൾ വിരാട് കോഹ്ലിയുടെ ഓട്ടം കണ്ടില്ലേ, നല്ല ഫിറ്റ്നസ്, ഔട്ട്സ്റ്റാൻഡിങ് ഫിറ്റ്നസ് ഓൺ ഡിസ്പ്ലേ. മേക്സ് ദ ഫീൽഡേഴ്സ് വർക്ക് ഹാർഡ്. ഫീൽഡേഴ്സിന് പണി കൊടുക്കുക എന്നുള്ളത്. നല്ലോണം ഓടിക്കൊണ്ടിരിക്കും ഫീൽഡേഴ്സിന് പാടാണ്. റൊട്ടേറ്റ്സ് ദ സ്ട്രൈക്ക് എഫക്റ്റീവ്ലി, കംഫർട്ടബിളി, ബ്യൂട്ടിഫുള്ളി, അങ്ങനെ പല രീതിയിൽ നമുക്ക് പറയാം. എക്സലന്റ് പ്ലേസ്മെന്റ് ആൻഡ് ഈവൻ ബെറ്റർ റണ്ണിങ്. നല്ല രീതിയിൽ പ്ലേസ് ചെയ്തു, അതിനേക്കാൾ അടിപൊളിയായിട്ട് റണ്ണും ചെയ്തു. ആ ഒരു സംഭവമാണ് പറയുന്നത്. സ്മാർട്ട് ക്രിക്കറ്റ് ഫ്രം ദ ബാറ്റിംഗ് സൈഡ്.
സ്മാർട്ട് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു സിക്സ് അടിച്ചു എന്നിട്ട് ഒരു സിംഗിൾ എടുത്തു, അപ്പോൾ അതൊരു സ്മാർട്ട് ക്രിക്കറ്റ് ആണ്. ഇപ്പോൾ അടിക്കാനില്ലെങ്കിലും നമ്മൾ ആ റൺസ് കീപ്സ് സ്കോർ ബോർഡ് മൂവിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫീൽഡിംഗ് സൈഡിൽ നിന്ന് പ്രഷർ വരും. കൂടെ അവയർനെസ് ഓഫ് ദ ഫീൽഡിംഗ് പ്ലേസ്മെന്റ്സ്. നമ്മളെപ്പോഴും ഈ വലിയ വലിയ ബാറ്റേഴ്സിന്റെ ഒക്കെ പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കുമ്പോൾ അവർ പറയുന്ന എപ്പോഴും നമ്മൾ ഫീൽഡേഴ്സ് നോക്കിയില്ല, നമ്മൾ ഗ്യാപ്പ് നോക്കിയാൽ കളിക്കണേ നല്ല നല്ല ബാറ്റേഴ്സ് പറയുന്നത്. അപ്പോൾ അതാണ് ഫീൽഡറിന്റെ പ്ലേസ്മെന്റ്സിന്റെ അവയർനെസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് കളിക്കാം. ഉദാഹരണത്തിന് ചില കളികളിൽ ഈ രോഹിത് ശർമ്മയെ ഔട്ടാക്കാൻ വേണ്ടി മിഡ് വിക്കറ്റിലും അവിടെ ഇങ്ങനെ ഫീൽഡറിനെ പ്ലേസ് ചെയ്ത് ഡീപ്പിൽ പ്ലേസ് ചെയ്തിട്ട് ബൗൺസേഴ്സ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി പുൾ ഷോട്ട് അടിച്ച് തെറ്റിപ്പോയി കഴിഞ്ഞാൽ മിഡ് വിക്കറ്റിന്റെ കൈ പോവുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ. അപ്പോൾ അതാ അപ്പൊ പുള്ളി അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കും, അല്ലെങ്കിൽ പുള്ളിയുടെ കോൺഫിഡൻസ് വെച്ച് പുള്ളി അതിനും മുകളിൽ അടിച്ച് കളിക്കും. അപ്പൊ അത് ബാറ്ററിന്റെ കഴിവും കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു സംഭവമാണ് ഫീൽഡിംഗ് സൈഡിന്റെ അല്ലെങ്കിൽ അതിന്റെ ഫീൽഡിംഗ് പ്ലേസ്മെന്റിന്റെ അവയർനെസ് എന്നുള്ള ഒരു സംഭവമാണ് അതിൽ നിന്ന് മനസ്സിലാക്കണം. പുഷിംഗ് ഹാർഡ് ഫോർ സെക്കൻഡ്, പുഷിംഗ് ഹാർഡ് നല്ലോണം പുഷ് ചെയ്യുക, അല്ലെങ്കിൽ നല്ലോണം എഫേർട്ട് എടുത്ത് ഓടുക, സെക്കൻഡ് കിട്ടും എന്നുള്ള രീതി. ഫസ്റ്റ് റൺ ഭയങ്കര പുഷ് ചെയ്തിട്ട് സെക്കൻഡ് റൺ അപ്പോൾ എളുപ്പമായിട്ട് ഓടാൻ പറ്റും. ത്രോ ഹാഡ് ടു ബി പെർഫെക്റ്റ്. അപ്പോൾ നല്ല ത്രോ അല്ലെങ്കിൽ വീണ്ടും റണ്ണ് പോകുന്നുള്ള രീതിയിൽ ത്രോ ഹാഡ് ടു ബി പെർഫെക്റ്റ് എന്ന് പറഞ്ഞു. സേഫ് ആസ് ഹൗസസ് അറ്റ് ദ സ്ട്രൈക്കേഴ്സ് എൻഡ്. അപ്പോൾ സ്ട്രൈക്കേഴ്സ് എൻഡിന് തിരിച്ച് എത്തി എന്നുള്ള രീതിയിൽ, അതായത് റൺ ഓടിക്കഴിഞ്ഞു എന്നുള്ള സേഫ് ആസ് ഹൗസസ് അറ്റ് ദ സ്ട്രൈക്കേഴ്സ് എൻഡ്. ഡയറക്ട് കുഡ് ഹാവ് മേഡ് ദി തിങ്സ് ഇൻട്രസ്റ്റിംഗ്. അത് ഈ റൺഔട്ടിന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഡയറക്ട് ഹിറ്റ് ആൻഡ് ദി തിങ്സ് വുഡ് ഹാവ് ബീൻ ഇൻട്രസ്റ്റിംഗ്. ഡയറക്ട് ഹിറ്റ് വരുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. പക്ഷെ ചുമ്മാ വെറുതെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു ഡയറക്ട് ഹിറ്റ് അല്ല, അതിന്റെ ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഡയറക്ട് ഹിറ്റ് ആകുമ്പോഴത്തേക്കും ഒരാളെ എടുത്ത് കളക്ട് ചെയ്യണതും നേരെ കൊള്ളുന്നതും അതിന്റെ ചിലപ്പോൾ ഒരു സെക്കൻഡിന്റെ വ്യത്യാസം ചിലപ്പോൾ റൺഔട്ടുകളൊക്കെ വരാം. സോ അതാണ് അതുകൊണ്ട് ചെയ്യുന്നത്. വെൽ ജഡ്ജ് റണ്ണിംഗ് ബിറ്റ്വീൻ ദ വിക്കറ്റ്, നല്ല രീതിയിൽ ജഡ്ജ് ചെയ്ത് ഓടുന്നു. പ്രൊഡക്റ്റീവ് ഓവർ ഫോർ ദ ബാറ്റിംഗ് സൈഡ്. നല്ല റൺ വന്നു കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും യൂസ് ചെയ്യട്ടെ, പ്രൊഡക്റ്റീവ് ഓവർ ഫോർ ദ ബാറ്റിംഗ് സൈഡ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഇത് മോഡുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഒരു സ്റ്റൈൽ നിങ്ങൾ കണ്ടെത്തുക എങ്ങനെയാന്നുള്ളത്. നമ്മുടെ വോയിസ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ ഞാനൊരു സാധാരണ ഒരു ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു മൈക്കിലും ഇതിലൊക്കെ എന്റെ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ചില ക്ലിപ്പിംഗ്സ് ഒക്കെ ഉണ്ട്. അത് ഞാൻ പറ്റുവാണെങ്കിൽ എനിക്ക് യൂട്യൂബ് കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉണ്ടോ എന്നറിയില്ല, അത് ഷെയർ ചെയ്യാം. അപ്പോൾ അതിൽ ഞാനിപ്പോ സംസാരിക്കുന്നതും ചിലപ്പോൾ കണ്ടർ ചെയ്യണതും കുറച്ചും കൂടി വേറൊരു രീതിയിലാണ്. നമുക്ക് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് വേറൊരു അധികമായിട്ടുള്ള ഒരു എനർജി നമുക്ക് വരും. ഞാൻ വെറുതെ പറയുമ്പോഴും ആ ഒരു ഫീൽഡിലെ എനർജിയും കൂടി നമ്മൾ അബ്സോർവ് ചെയ്യാന്നുള്ള കാര്യമുണ്ട്. അതായത് ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു പർട്ടിക്കുലർ ബോളിൽ ചിലപ്പോൾ നല്ല ഷോട്ട് ആണെങ്കിൽ അത് ബാറ്റിംഗ് സൈഡിന്റെ ഒരാളെ പോലെ ഞാൻ പറയാം, ആ ഷോട്ടിനെ നല്ല രീതിയിൽ പ്രൈസ് ചെയ്യും. നേരെ മറിച്ച് നല്ല ബോളാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ ബോളിംഗ് സൈഡിനെ പ്രൈസ് ചെയ്യും. അതായത് ഇമ്പാർഷ്യൽ ആയാണ് കമന്ററി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു. എന്തായിരിക്കും അങ്ങനെ ഷോട്ട് കളിക്കാൻ കാരണം, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരു ബോൾ എറിയാൻ കാരണം, എന്തുകൊണ്ടാണ് ആ ഫീൽഡ് പ്ലേസ് ചെയ്യാൻ കാരണം. അപ്പൊ ഈ ഇതെല്ലാം കൂടി ഒരു ഓവറോൾ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ബേസിക്കലി കമന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്, ഈ ഗ്രാമറും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിരുന്നാലും ഭയങ്കര വലിയ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയും കാര്യങ്ങളൊന്നും ഇല്ലാണെങ്കിലും നമുക്ക് കാര്യങ്ങൾ ഇങ്ങനത്തെ കുറെ ഫ്രേസസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് കൊണ്ട് നടക്കാൻ പറ്റും. പിന്നെ കൂടുതൽ വൊക്കാബുലറി അറിയും തോറും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് അവിടെ നമ്മുടെ പെർസ്പെക്റ്റീവ് അവിടെ ഒരു ഗ്രൗണ്ടിൽ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് കൂടുതൽ അപ്രീസിയേഷൻസ് കിട്ടും. കാരണം പലതും ലൈവൊക്കെ റെക്കോർഡ് ചെയ്ത് പോകുന്നത് നമ്മുടെ ശബ്ദങ്ങൾ വർഷങ്ങളോ അതിന് യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈവ് ചാനൽസിലോ കിടക്കും. അപ്പോൾ നമുക്കത് നമ്മൾ അതിലെന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ അതിൽ വ്യക്തമായിട്ട് വരും. നമുക്ക് കുറച്ച് പൊയറ്റിക് ആയിട്ടൊക്കെ നമുക്ക് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇങ്ങനത്തെ ഓരോ വീഡിയോസിലൂടെ ഞാനത് ഇനിയും ഫർദർ നമുക്കിനിയും ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ ഇനി ഫർദർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കതിൽ പങ്കുവയ്ക്കാം. ഓക്കെ.